നമസ്കാരം. ഇപ്പോൾ നമ്മൾ കാണുന്നത് വണ്ടിപ്പെരിയാർ കവലയുടെ കിഴക്ക് വശത്തുള്ള കക്കിക്കവല എന്ന പ്രദേശമാണ്. ഈ പ്രദേശം ഇപ്പോൾ വീഡിയോയിലൂടെ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ കാറ് വരുന്ന റോഡാണ്. പത്തനംതിട്ട ഗവി തുടങ്ങിയ പ്രദേശത്തേക്ക് പോകുന്ന റോഡ്. കൂടാതെ വള്ളക്കടവ് എന്ന പ്രദേശത്തേക്കും ഈ റോഡിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് എത്താൻ സാധിക്കും. വള്ളക്കടവ് പ്രദേശം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പുറകുവശമായി വരുന്ന ഒരു പ്രദേശമാണ്. വള്ളക്കടവിലേക്ക് ഞാൻ ഏതാണ്ട് 10 വർഷം മുന്നേ സന്ദർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ റോഡ് പ്രത്യേകം എടുത്തു കാണിക്കുന്നതിൻ്റെ കാര്യം. കൂടാതെ മറ്റൊരു ബോർഡും കൂടി നമുക്ക് കാണാൻ സാധിക്കും. കോട്ടയം, കുമളി, തേനി തുടങ്ങിയ പ്രദേശത്തേക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്ന ആരോ മാർക്കാണ് ഇട്ട് കാണിച്ചു വെച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ നഗരത്തിൽ ഒന്ന് പറയുമ്പോൾ ഈ വണ്ടിപ്പെരിയാർ നഗരം കഴിഞ്ഞു. നഗരത്തിൽ നിന്ന് 2 കിലോമീറ്റർ കിഴക്ക് മാറിയിട്ടാണ് ഈ പറയുന്ന സ്ഥലം, ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന സ്ഥലം. ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാതിരിക്കാൻ പറ്റുകയില്ല. ഈ മുന്നേ കാണുന്ന ചെറിയൊരു ഹോട്ടൽ കണ്ടോ, ഇതുപോലത്തെ ഒരു ചായക്കടയിൽ ഞാൻ പ്രഭാത ഭക്ഷണം കഴിക്കാൻ കയറിയിരുന്നു. 2 ദോശയും 2 വടയും കഴിച്ചു. ദോശ ഞാൻ ഒരുവിധം നല്ല വലിപ്പമുള്ള ദോശയാണ്. ആ 2 ദോശയും 2 വട കഴിക്കാൻ കാരണം വട അവിടെ അവർ ചൂടോട് ഉണ്ടാക്കുന്നത് കണ്ടു. അത് കണ്ടിട്ടാണ് ഒരു എരിവുള്ള ബോണ്ടയും ഒരു ഉഴുന്നുവടയും കഴിച്ചിട്ട് ബില്ല് എത്രയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ബില്ല് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ അന്തം വിട്ടുപോയി. കാരണം 2 കടി 2 ദോശയ്ക്ക് 36 രൂപ എൻ്റെ നിന്ന് മേടിച്ചു പോയി. ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ നിങ്ങൾ കണക്ക് പെശക് പറ്റിയതാണോ, തെറ്റ് വല്ലതും പറ്റിയതാണോ എന്ന് ഞാൻ എടുത്തു ചോദിച്ചു. ഈ കാണുന്ന ദിശ എന്ന് പറയുന്നത് കിഴക്കാണ്. ഇത് കുമളിയിലേക്ക് പോകുന്ന മാർഗം. ഈ കാണുന്നത് പടിഞ്ഞാറാണ്. വണ്ടിപ്പെരിയാർ നഗരത്തിലൂടെ കോട്ടയത്തിലേക്ക് പോകുന്ന മാർഗമാണ്. കൂടാതെ സത്രം, പുല്ലുമേട് തുടങ്ങിയ പ്രദേശത്തേക്ക് വണ്ടിപ്പെരിയാറിൽ നിന്നും പോകാൻ സാധിക്കും. അതിൻ്റെ ഒരു ബോർഡും കൂടെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കാപ്പ് കുടിച്ചേച്ച് എടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഇനി തെറ്റ് പറ്റുമോ എന്നറിയാൻ വേണ്ടി. അവർ പറഞ്ഞില്ല, 2 ദോശ 20 രൂപ, 2 കടി 8 16 36 രൂപ എന്ന് അവർ പറയുകയുണ്ടായി. സത്യത്തിൽ ഇവിടുത്തെ വില എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ ഒരു കടിക്ക് 12 രൂപ കൊടുക്കണം. ഇവിടെ കഴിച്ച ദോശയാണെങ്കിൽ ചുരുങ്ങിയത് 12 രൂപയോളം കൊടുക്കണം, 12 15 കൊടുക്കണം. ഒരു വലിയ ദോശയാണ്. നമ്മുടെ നഗരങ്ങളിലൊക്കെ തട്ടുകടയിൽ കിട്ടുന്ന ഒരു 2-3 ദോശയുടെ വലിപ്പമുണ്ട് ഇവിടുത്തെ ദോശകൾക്ക്. എല്ലാ കടകളും കണ്ട് ഈ വലിപ്പമേ ഉള്ളൂ, ചായക്കടകൾ. പക്ഷെ എന്നാലും വില നമുക്ക് സാധാരണക്കാരന് താങ്ങാവുന്ന വിലയാണ്. എനിക്ക് തോന്നുന്നു ഈ എസ്റ്റേറ്റ് മേഖല സാധാരണക്കാരായതുകൊണ്ടാവാം അത്രയ്ക്കും വില കുറവ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വള്ളക്കടവ് ഗവി പോകുന്ന റോഡിൽ നിന്നും ഉള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടുത്തെ ഈ എസ്റ്റേറ്റ് മേഖലകളിലെല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതലും ജീപ്പ് സർവീസാണ്. ആദ്യകാലങ്ങളിലൊക്കെ മഹേന്ദ്ര തന്നെയായിരുന്നു. ഇപ്പം മഹേന്ദ്രയുടെ തന്നെ ഇച്ചിരി വലിപ്പം കൂടിയ ജീപ്പുകളാണ് കൂടുതൽ സർവീസ് നടത്തുന്നത്. ഇതിൽ ബസ്സുകളുണ്ട്, ഇതിൽ ബസ് സർവീസ് ഉണ്ട്, പക്ഷെ അതേണ്ട നിശ്ചിത സമയത്തേ ഉള്ളൂ. അപ്പം ഈ എസ്റ്റേറ്റിൽ ജീവനക്കാരൊന്നും അധിക സമയം ബസ് കാത്ത് നിൽക്കാറില്ല. കാരണം അവർക്ക് എപ്പോഴും ഒരു ജീപ്പിനുള്ള ആൾ കിട്ടിക്കഴിഞ്ഞാൽ ജീപ്പ് സർവീസ് എവറി ടൈം ഉള്ളതുകൊണ്ട് ജീപ്പിനെയാണ് എസ്റ്റേറ്റ് മേഖലയിലുള്ള സാധാരണക്കാർ ആശ്രയിക്കുന്നത്. ഗവി റോഡിൽ നിന്നുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ചാനലിലെ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.